ഹായ് എവ്രി വൺ, വെൽക്കം ടു ലോജിസ്റ്റിക്സ്. ഇന്ന് നമ്മൾ ഗ്ലോബലൈസേഷൻ ആൻഡ് ചാലഞ്ചസ് ഫോർ മാനേജേഴ്സ് ആണ് നോക്കുന്നത്. സിലബസിലൊരു ഇൻഡിപെൻഡൻറ്റ് ടോപ്പിക്കാണ്. സോ ഇത് നിങ്ങൾക്ക് ഒരു എസ് എ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ബട്ട് ഇവിടെ നിങ്ങൾക്ക് MCQ ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കോൺസെപ്ഷ്യൽ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നായിരിക്കും ചെക്ക് ചെയ്യപ്പെടുക. സോ നമ്മൾ കോൺസെപ്റ്റ് പറഞ്ഞുതരും, ഏത് രീതിയിലാണ് MCQ ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതും പറഞ്ഞുതരും. ഓക്കെ, സോ ആദ്യം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ? മലയാളത്തിൽ പറഞ്ഞാൽ ആഗോളവൽക്കരണം. ഗ്ലോബലൈസേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ലോകരാജ്യങ്ങൾ തമ്മിൽ, അവരുടെ സമ്പദ് വ്യവസ്ഥകൾ തമ്മിൽ ഒന്നാകുന്ന ഒരവസ്ഥ അല്ലേ? വേറൊരു രീതി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ആഗോള സമ്പദ്ഘടനയുമായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥ അല്ലേ? അതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു അവസ്ഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുടെ പോക്കും വരവും ഉണ്ടാവും. ബിസിനസ്സുകൾ തമ്മിൽ പല രാജ്യങ്ങളിൽ പ്രവർത്തിക്കും. ഒരു നാട്ടിലുള്ള ബിസിനസ് വേറൊരു രാജ്യത്ത് വരെ പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ എന്താണ് സംഭവിക്കുക? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിപ്പെൻഡൻസ്, ഇൻ്റർ ഡിപ്പെൻഡൻസും കൂടും, ഇൻറ്റഗ്രേഷനും കൂടും. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആശ്രയത്വം കൂടും, അതുപോലെ തന്നെ തമ്മിൽ ഒന്നാകുന്ന അവസ്ഥയും കൂടി വരും. അതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഗ്ലോബലൈസേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് ആസ്പെക്റ്റുകളുണ്ട്, അല്ലെങ്കിൽ ടൈപ്പുകളുണ്ട്. ഏതൊക്കെ രീതിയിൽ ഗ്ലോബലൈസേഷൻ സംഭവിക്കാമെന്നുള്ളത്. ഫസ്റ്റ് ടൈപ്പാണ് പൊളിറ്റിക്കൽ. അത് രാജ്യങ്ങളുടെ സർക്കാരുകൾ തമ്മിലുള്ള കൂടുതൽ അടുത്ത ബന്ധം, രാജ്യ സർക്കാരുകൾ തമ്മിൽ എന്താ പറയുക, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പുകൾ, കൂടുതലായിട്ട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നു, അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകൾ. അതുപോലെ തന്നെ എൻവയോൺമെൻറ്റലായിട്ടുള്ള കാര്യങ്ങൾ, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പം ലോകത്തിൻ്റെ മൊത്തം പ്രശ്നങ്ങളല്ലേ, അല്ലാതെ ഇപ്പോൾ ആഗോള താപനമാണെങ്കിലും അല്ലെങ്കിൽ സമുദ്ര നിരപ്പ് ഉയരുന്നതാണെങ്കിലും അതൊക്കെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയങ്ങളാണല്ലേ. സോ അത് ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. എക്കണോമിക്കൽ ഇൻ്റർഡിപ്പെൻഡൻസ് കൂടും, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ. പിന്നെ കൾച്ചറൽ സോഷ്യൽ ആസ്പെക്റ്റാണ്. അതിൽ വന്നിട്ട് നമ്മുടെ ഈ NRIs ഒക്കെ എന്താണ് സംഭവിക്കുക? അവർ പുറത്തേക്ക് പോകുന്നു, അവർ അവിടുത്തെ കൾച്ചറുകൾ സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ അവിടെയുള്ളവർ നമ്മുടെ കൾച്ചറുകൾ സ്വീകരിക്കുന്നു, അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ടേക്ക് കൾച്ചർ കൊണ്ടുവരുന്നു. അങ്ങനെ സൊസൈറ്റിയും കൾച്ചറുകളും തമ്മിൽ ഇൻറ്റഗ്രേറ്റഡും ഇൻ്റർഡിപ്പെൻഡൻറ്റും ആകുന്നു. സോ ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷൻ്റെ പല ടൈപ്സ് എന്ന് പറയുന്നത്. സോ മുന്നോട്ടേക്ക് പോകാം. ഏതൊക്കെ രീതിയിലാണ് ഗ്ലോബലൈസേഷൻ സംഭവിക്കുമ്പോൾ മാനേജ്മെൻറ്റിനെ അത് അഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ഗ്ലോബലൈസേഷൻ സംഭവിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതുപോലെ കൺട്രീസിൻ്റെ എക്കണോമീസ് തമ്മിൽ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആകും. സ്വാഭാവികമായിട്ടും അത് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് അഥവാ അവസരങ്ങളും കൊണ്ടുവരും. അതേപോലെ തന്നെ പുതിയ പുതിയ ചാലഞ്ചസ്, പ്രശ്നങ്ങളും കൊണ്ടുവരും. സോ സിറ്റുവേഷനെ മാനേജ് ചെയ്യാനും അവിടെയുള്ള ആളുകളെ മാനേജ് ചെയ്യാനും വേണ്ടി ഇവർക്ക് പുതിയ പുതിയ മാനേജ്മെൻറ്റ് ടെക്നിക്സും കൊണ്ടുവരേണ്ടി വരും. അവർ കൂടുതൽ അഡാപ്റ്റബിൾ ആകേണ്ടി വരും. ഓക്കെ, എന്തൊക്കെയാണ് ഗ്ലോബലൈസേഷൻ കൊണ്ട് വരാവുന്ന പുതിയ പുതിയ ചാലഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് കോമ്പറ്റീഷനാണ്. സോ എന്താ സംഭവിക്കുക? എല്ലാ രാജ്യങ്ങളിലെയും പ്രോഡക്റ്റ്സ് എല്ലാ രാജ്യങ്ങളിലും അവൈലബിൾ ആവുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. നേരത്തെ നമുക്ക് ഈ ചോക്ലേറ്റ്സിൻ്റെ എക്സാമ്പിൾ എടുക്കാം. നേരത്തെ നമുക്ക് ഈ മാർസ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഗാലക്സി ഒന്നും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു, പുറത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവരുത്തേ ഉള്ളായിരുന്നു അല്ലേ. ഇപ്പം എന്താ സംഭവിക്കുക? അത് ഇവിടെയും അവൈലബിൾ ആണ്. സോ കോമ്പറ്റീഷൻ എന്താണ്? ഭയങ്കരമായിട്ട് കൂടി ചോക്ലേറ്റ് ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ നമുക്ക് ഒരുപാട് ചോക്ലേറ്റ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ കോമ്പറ്റീഷൻ കൂട്ടും ഗ്ലോബലൈസേഷൻ. അഡാപ്റ്റബിലിറ്റി, നിരന്തരമായിട്ടുള്ള മാറ്റങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിലാണെങ്കിലും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും അല്ലേ, നിരന്തരമായിട്ട്. അപ്പോൾ എന്താണ്, ഫേംസ് വളരെ അജൈലായിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം. അജൈൽ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തതാണ് അജൈൽ മാനേജ്മെൻറ്റിൽ. അജൈലായിരിക്കണം, പെട്ടെന്ന് സാഹചര്യങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ, പെട്ടെന്ന് സാഹചര്യങ്ങൾക്ക് ഒത്ത് പ്രവർത്തിക്കാനൊക്കെയുള്ള കഴിവുണ്ടായിരിക്കണം. ഓക്കെ, എന്താണ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറിൻ്റെ ഒക്കെ വാല്യൂ പെട്ടെന്നല്ലേ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇടിയുക, കയറുക, ഡോളറിൻ്റെ വാല്യൂ മാറുക, ഇന്ത്യൻ റുപ്പി ഇടിഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സോ ഇതിനെല്ലാം അഡാപ്റ്റബിൾ ആയിരിക്കണം ഒരു ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ്. ഓക്കെ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ടെക്നോളജി പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് AI കാര്യങ്ങളൊക്കെ അറിയാം. സോ ബിസിനസ്സുകൾ പുതിയ പുതിയ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതിപ്പം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിസിനസ്സുകളാണെങ്കിലും
അതേപോലെ തന്നെ അല്ലാത്ത പക്ഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോണുകളാണെങ്കിൽ അതിൽ ടെക്നോളജികൾ ഉൾപ്പെടുത്തി വരുന്ന പ്രോഡക്റ്റുകളാണെങ്കിലും എങ്ങനെയാണെങ്കിലും കണ്ടിന്യൂസ്ലി ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കും. സോ അതിനെ അനുസരിച്ചിട്ടുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഓരോ കമ്പനീസും സ്വീകരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവർ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും. ഓക്കെ, അവർക്ക് ഒരുപാട് കോസ്റ്റ്ലി ആവും പ്രൊഡക്ഷൻ, പഴയ ടെക്നോളജി വെച്ചിട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ. എൻവയോൺമെൻറ്റൽ കൺസേൺസ് നമ്മൾ നേരത്തെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. ഓരോ ബിസിനസ്സുകൾ പ്രവർത്തിക്കുമ്പോഴും എന്താ സംഭവിക്കുക, ഒരുപാട് പൊല്യൂഷനും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ റിസോഴ്സസ് ഒരുപാട് കൂടുതൽ വേണം. സോ ഇതെല്ലാം ഇപ്പം ഒരു ആഗോള പ്രശ്നമാണ്. അതുപോലെ തന്നെ എന്താണ്, എല്ലാ ബിസിനസ്സുകളുടെയും പ്രശ്നമാണ്. ഓക്കെ, ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ആസ്പെക്റ്റാണ് റെഗുലേറ്ററി കംപ്ലയൻസ്. പല രാജ്യങ്ങളിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ പല രാജ്യങ്ങളിലെ നിയമങ്ങൾ വെവ്വേറെ ആയിരിക്കും. സോ അതിനനുസരിച്ച് വേണം ആ രാജ്യത്ത് പ്രവർത്തിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള പോലെ വലിയ തുക ടാക്സ് അടയ്ക്കാത്തതിന് ഫൈനൊക്കെ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സോ അതെന്താണ്, അത് ബേസിക്കലി റെഗുലേറ്ററി കംപ്ലയൻസ് കറക്റ്റായിട്ട് ചെയ്യാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് എൻവയോൺമെൻറ്റ് അതിൻ്റെ ഒരു ആസ്പെക്റ്റാണ്. പലപ്പോഴും എൻവയോൺമെൻറ്റൽ റെഗുലേറ്ററി കംപ്ലയൻസുകൾ പല രാജ്യങ്ങളും ഏർപ്പാടാക്കും. പൊല്യൂഷൻ നിങ്ങൾ ഇത്ര മാത്രമേ പൊല്യൂട്ട് ചെയ്യാവൂ, നിങ്ങൾ ഇത്രേ ചെയ്യാവുള്ളൂ, അത്രേ ചെയ്യാവുള്ളൂ, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ ഇന്ന ഇനീഷ്യേറ്റീവ്സ് എടുക്കണം. സോ അതൊക്കെ എന്താണ്, ഗ്ലോബലൈസേഷൻ്റെ ഭാഗമാണ്. അതനുസരിച്ച് മാനേജേഴ്സ് പ്രവർത്തിക്കേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ വരുന്നതാണ് ലോജിസ്റ്റിക്സ് പ്രോബ്ലം. നേരത്തെ പ്രൊഡക്ഷൻ എന്താണ്, ലോക്കലായിരുന്ന സമയത്ത് ലോക്കലായിട്ടുള്ള കമ്മോഡിറ്റീസ് കൊണ്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ലോക്കൽ മാർക്കറ്റിലാണ് നമ്മളിത് വിറ്റുകൊണ്ടിരുന്നത്. ബേസിക്കലി എന്താണ്, നമ്മുടെ ഇൻവെൻട്രി മൊത്തം ലോക്കൽ ലെവലിൽ മാനേജ് ചെയ്തിരുന്ന കാര്യമാണ് അല്ലേ. സോ ഈ ഇൻവെൻട്രി ഇപ്പം ആഗോളമായിട്ടുള്ള ഒരു സപ്ലൈ ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം ആലിബാബ എന്നൊക്കെ വളരെ ഈസി ആയിട്ട് വലിയ കണ്ടെയ്നർ ഷിപ്മെൻറ്റ്സ് നമ്മുടെ നാട്ടിലോട്ട് വരും. അപ്പം ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് ആണ്. സോ എൻവയോൺമെൻറ്റ് നമുക്ക് മാറുന്നതനുസരിച്ച് ലോജിസ്റ്റിക്സിലും മാറ്റങ്ങൾ വരും. അതുകൊണ്ട് ലോജിസ്റ്റിക്സിനും നമ്മൾ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മാനേജ് ചെയ്യുന്ന സമയത്ത് മാറുന്നതനുസരിച്ച് നമുക്കും മാറാൻ പറ്റണം. ഓക്കെ, പിന്നെ ഇതാണ് റിസ്ക് മാനേജ്മെൻറ്റ്. അത് ഓൾറെഡി നമ്മൾ പലയിടത്തായിട്ട് ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞ് ഈ ക്ലാസ്സിൽ. മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് മാറാൻ പറ്റണം. ഗ്ലോബൽ റിസ്ക്കുകളെല്ലാം നമ്മളെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇപ്പോൾ റഷ്യയുടെയൊക്കെ വാർ നടക്കുന്ന സമയത്ത് അതൊക്കെ എല്ലാവരെയും ബാധിക്കും അല്ലേ. സോ പല രീതിയിലായിരിക്കും ഓരോരുത്തരെയും അത് ബാധിക്കുന്നത്, പക്ഷേ എല്ലാവരെയും ഒന്നില്ലെങ്കിൽ വേറെ രീതിയിൽ അത് ബാധിക്കും. സോ അങ്ങനത്തെ റിസ്ക്കുകളെല്ലാം മാനേജ് ചെയ്യാൻ പറ്റണം. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് പല രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസാണ്. ഓക്കെ, അതായത് ഗ്ലോബൽ പൊളിറ്റിക്സിൽ വരുന്ന ഇഷ്യൂസ്. ഓക്കെ, സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് നമുക്കറിയാമല്ലോ. ഇൻ്റർനാഷണൽ സൈബർ അറ്റാക്സ് ഒക്കെ ഒരുപാട് ഇപ്പോൾ കൂടി വരില്ലേ. സോ അതിനെല്ലാം നേരിടാൻ പറ്റുന്ന രീതിയിൽ, ആ വെല്ലുവിളികളെ നേരിടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സജ്ജരായിരിക്കണം. ഇൻഫർമേഷൻ ട്രാൻസ്ഫർ നേരത്തെ പോലെയല്ല. ഇപ്പം ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു അസറ്റാണ്. സോ ഡേറ്റ ഇസ് ദ ന്യൂ ഓയിൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇൻഫർമേഷൻ എന്തുകൊണ്ടാണ്, ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയും ഡേറ്റ ലീക്കുകൾ ഉണ്ടാകുന്നത്? ബിക്കോസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതെന്തിനാണ്, അഡാപ്റ്റബിൾ ആവാൻ വേണ്ടി. അതനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആഡുകളൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എത്തുന്നത്? നിങ്ങളിപ്പോൾ ഒരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കറക്റ്റായിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ അതിൻ്റെ പരസ്യം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ഇതൊക്കെ ഡേറ്റ എക്സ്ചേഞ്ചുകൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. സോ ഡേറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് എത്തിക്സ് ധാർമ്മികതയാണ്. സോ ബിസിനസ് എത്തിക്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടാവും, നേരത്തെ നമ്മളുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല, ക്രൂവൽറ്റി ഫ്രീ എന്നൊന്നും ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റിൽ എഴുതിയിട്ട്, അല്ലെങ്കിൽ നോ ആനിമൽസ് വെ യൂസ്ഡ് ഇൻ ദ ടെസ്റ്റിംഗ്, വീഗൻ ലെതർ, ഇങ്ങനത്തെയൊക്കെ നമുക്ക് പുതിയ ടേംസാണ്. ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വന്ന ടേംസാണ്, വെസ്റ്റേൺ കോൺസെപ്റ്റുകളാണ് പലതും. സോ ഇതൊക്കെ ഓരോ രാജ്യങ്ങൾക്കും ഓരോരോ ധാർമ്മികതകളായിരിക്കും അല്ലേ. സോ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഓരോ ബിസിനസ്സിനും സാധ്യമാകണം, അല്ലെങ്കിൽ അവരവിടുന്ന് പുറത്താവാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. ഡൈവേഴ്സ് വർക്ക് ഫോഴ്സ് മാനേജ്മെൻറ്റ്. ഡൈവേഴ്സ് വർക്ക് ഫോഴ്സ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഒരുപാട് പേര് പുറത്തേക്ക് പോകാറുണ്ട്, NRIs അല്ലേ. സോ ആ രാജ്യങ്ങളിൽ, ഓരോ രാജ്യങ്ങളിലും അവിടെ ചെല്ലുന്ന ആൾക്കാർക്കും കൂടി, അവിടെ ഉള്ള ആൾക്കാർക്കും അവിടെ ചെല്ലുന്ന ആൾക്കാർക്കും സേഫായിട്ടും സമാധാനമായിട്ടും വർക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും ആ ഓർഗനൈസേഷനുകളുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഫെയർ ആയിട്ടുള്ള പോളിസികൾ. ഇന്നൊവേഷൻ,
പുതിയ പുതിയ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. നമ്മൾ നേരത്തെ ലേസൊക്കെ ആദ്യം വന്ന കാലത്തൊക്കെ ഒരു 4-5 കളറുകളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ലേസ് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം കളറുകളാണുള്ളത്. ഇടയ്ക്ക് പ്രിങ്കിൾസ് ഒക്കെ വന്നു. അങ്ങനെ മാർക്കറ്റ് മൊത്തമായിട്ട് മാറിയപ്പം ലേസും എന്താണ്, അവർ അഡാപ്റ്റ് ചെയ്തു, അവർ ഇന്നോവേഷൻസ് കൊണ്ടുവന്നു അല്ലേ. അതുപോലെ ക്വാളിറ്റി, ഇൻ്റർനാഷണൽ മാർക്കറ്റുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് വരും, കോമ്പറ്റീഷൻ കൂടും. അപ്പം ക്വാളിറ്റി ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഒരു അത്യാവശ്യമായി മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ടുള്ള ചാലഞ്ചസ്. ഈ ഏരിയാസിനെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒന്ന് വർക്ക് ഫോഴ്സ് മാനേജ്മെൻ്റ് ആണ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ NRIസും മറ്റും. പിന്നെ ഒന്ന് ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ ലിബറലൈസേഷൻ എന്നൊക്കെ പറയും. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അതെങ്ങനെയാണെന്നുള്ളത്, എത്രത്തോളം അതിൽ നിബന്ധനകളുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, എത്തിക്സ് നമ്മൾ പറഞ്ഞു. കോംപ്ലക്സിറ്റി, ഒരുപാട് കോംപ്ലക്സ് ആവും ബിസിനസ് എൻവയോൺമെൻറ്റുകൾ. ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് ആവട്ടെ, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ടെക്നോളജി ആയിക്കോട്ടെ, ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഒരുപാട് കോംപ്ലക്സ് ആയിക്കൊണ്ടേയിരിക്കും. അർബനൈസേഷൻ, പുതിയ പുതിയ സിറ്റീസ് ക്രിയേറ്റ് ആവും. ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂർ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സിറ്റി ആയത്? മെയിൻലി ബിക്കോസ് ഓഫ് ദി IT കമ്പനീസ്. അത് കൂടുതലും എന്താണ്, വിദേശികൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന കമ്പനീസാണ്. കോമ്പറ്റീഷൻ കൂടും, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റുകൾ, ക്വാളിറ്റി, ഔട്ട്സോഴ്സിങ്. നിങ്ങൾ BPO എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് കേട്ടിട്ടുണ്ടാവും. BPO എന്താണ്? BPO ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിദേശ കമ്പനി ആയിരിക്കും, പക്ഷേങ്കിൽ അവരുടെ കോൾ സെൻറ്റർ ജോബുകളെല്ലാം നോക്കുന്നത് ഇപ്പം കേരളത്തിലെയോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ ഏതെങ്കിലും ഒരു ഫേം ആയിരിക്കും. അതിനെയാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. ഔട്ട് സോഴ്സിങ്, വേറെ പുറത്തുള്ളൊരു കമ്പനിക്ക് നമ്മൾ ഒരു ജോലി കൊടുത്തു വെക്കുക. ഓക്കെ, സോ ഇത്രയും ഹെഡിങ്ങുകളിൽ നിങ്ങളിത് ഓർത്ത് വെച്ചാൽ മതി. ഈ കോൺസെപ്റ്റ്സ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റും. ഇതിൽ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒരു കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആവശ്യപ്പെടുന്നൊരു ടോപ്പിക്കാണിത്. സോ നിങ്ങൾ ഈ MCQs ഒന്ന് ട്രൈ ചെയ്യുക, പോസ് ചെയ്ത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഇതിൽ എത്രയാണ് 3 എത്ര നല്ല കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. ദെൻ വിൽ ഡിസ്കസ് ദി ആൻസേഴ്സ്. Okay, coming to the answers, one of the key challenges of globalization for managers. ചലഞ്ചാണ് ചോദിക്കുന്നത്, വെല്ലുവിളിയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇതിലേതാ വെല്ലുവിളിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? മാനേജിങ് സപ്ലൈ ചെയിൻസ് അക്രോസ് മൾട്ടിപ്പിൾ കൺട്രീസ്. പല പല രാജ്യങ്ങളിലായിട്ട് പടർന്ന് കിടക്കുന്ന സപ്ലൈ ചെയിനുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വെല്ലുവിളി. ബാക്കി ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. റെസ്ട്രിക്റ്റിംഗ് ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ. മൂവ്മെൻറ്റ് ഓഫ് പീപ്പിളിനെ നമുക്ക് ഒരിക്കലും റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് പീപ്പിളിൻ്റെ തീരുമാനമല്ലേ, ഒരു മാനേജർ ചെയ്യുന്ന കാര്യമാണ്, അല്ലല്ലോ. ഫോക്കസിങ് ഓൺ ലോക്കൽ മാർക്കറ്റ്സ് ഓൺലി, അതൊരിക്കലും ഗ്ലോബലൈസേഷൻ്റെ ചാലഞ്ച് അല്ല. ഓക്കെ, റെഡ്യൂസിങ് കോമ്പറ്റീഷൻ കുറയുന്നത് ഒരു ചാലഞ്ച് അല്ല, അല്ലെ കുറയ്ക്കാം എന്ന് ശ്രമിക്കുന്നത് ഒരു ചാലഞ്ച് അല്ല. കാരണം അതൊരിക്കലും ഒരു മാനേജറെ കൊണ്ട് പറ്റില്ല. നമുക്കൊരു കോമ്പറ്റീഷൻ അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഒരു ചാലഞ്ചാണ്, അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ചാലഞ്ച് ഫോർ മാനേജേഴ്സ് വെൻ ഡീലിംഗ് വിത്ത് ഗ്ലോബൽ മാർക്കറ്റ്സ്? നാവിഗേറ്റിംഗ് ഡിഫറെൻറ്റ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി എൻവയോൺമെൻറ്റ്സ്. നമ്മൾ പറഞ്ഞില്ലേ, റെഗുലേറ്ററി കംപ്ലയൻസസ്. ഈസി ആക്സസ് ടു ലോ കോസ്റ്റ് ലേബർ നല്ല കാര്യമല്ല, അതൊരു ചാലഞ്ച് അല്ലല്ലോ. സിംപ്ലിഫൈഡ് ലോജിസ്റ്റിക്സും നല്ല കാര്യമാണ്. ലാക്ക് ഓഫ് കോമ്പറ്റീഷനോ, അതും നല്ല കാര്യമാണ്. സോ ആൻസർ നമുക്ക് വരുന്നത് നാവിഗേറ്റിംഗ് ഡിഫറെൻറ്റ് റെഗുലേറ്ററി എൻവയോൺമെൻറ്റ്സ്. വൺ ഓഫ് ദ ചാലഞ്ചസ് മാനേജേഴ്സ് ഫേസ് ഇൻ ദ ഗ്ലോബലൈസ്ഡ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഇസ് ഹാൻഡിലിംഗ് കറൻസി ഫ്ലക്ച്വേഷൻസ് ആൻഡ് എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി. ഓക്കെ, ലോക്കൽ കസ്റ്റമർ ബേസ് ഗ്ലോബലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ലിമിറ്റിംഗ് ഇൻ്റർനാഷണൽ ട്രേഡ്, അതും നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി. റെസ്ട്രിക്റ്റിംഗ് ടെക്നോളജി അഡോപ്ഷൻ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. സോ ആൻസർ ഓപ്ഷൻ B ആണ്. സോ നിങ്ങൾക്കൊരു ജനറൽ ഐഡിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾക്ക് ഈസിലി നാവിഗേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസേഴ്സും കിട്ടും. ഓക്കെ, സോ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ ലെക്ചറിൻ്റെ ആവശ്യമുള്ളൂ ഈ ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.